കെട്ടിടം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യത്തിനായി നിരാഹാര സമരവുമായി മഞ്ചേരി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ 4 വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച കോളേജിനാണ് ഇപ്പോഴും സ്വന്തമായി കെട്ടിടമില്ലാത്തത്. നഴ്സിംഗ് കോളേജിന് കെട്ടിടം നിർമ്മിച്ചെങ്കിൽ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരത്തെ ബാധിക്കുമെന്ന ആശങ്കയുമുണ്ട്. കാണാം മഞ്ചേരിയിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ആരോഗ്യമന്ത്രി അറിയാൻ. നാല് വർഷമായി നിരന്തരം ഉന്നയിക്കുന്ന കാര്യങ്ങളാണ്. പഠനം വെറുതെയാകുമോ എന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് പരസ്യമായ പ്രതിഷേധത്തിന് തയ്യാറായത്. പഠിച്ചു വന്നവരാണ്, മെറിറ്റിൽ നേടിയവരാണ്. 4 ബാച്ചുകളിലായി 240 വിദ്യാർത്ഥികൾ, ബഹുഭൂരിപക്ഷവും പെൺകുട്ടികൾ. നഴ്സിംഗ് കോളേജിന്റെ ക്ലാസ് മുറികൾ താൽക്കാലികമായി സജ്ജീകരിച്ചിരിക്കുന്നത് MBBS ബിൽഡിങ്ങിൽ. 4 ബാച്ചുകൾക്ക് 2 ക്ലാസ് മുറികൾ മാത്രം. അതാണെങ്കിൽ മഴ വന്നാൽ ചോർന്നൊലിക്കും. ഹോസ്റ്റലും MBBSകാരുടേത്. ഹോസ്റ്റലിൽ ഒരു റൂമിൽ 6 പേർ വരെ. ആദ്യ വർഷ വിദ്യാർത്ഥികൾ വലിയ വാടക നൽകി പുറത്തു റൂം എടുക്കേണ്ട അവസ്ഥ. ഞങ്ങൾക്ക് 2022 ഈ കോളേജ് തുടങ്ങിയപ്പോൾ ഇവിടുത്തെ ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായിരുന്നില്ല. പുറത്തായിരുന്നു കുട്ടികൾ നിന്നിരുന്നത്. അതിനുശേഷം മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ സൗകര്യം ഇവിടുത്തെ കുട്ടികൾക്ക് കൊടുത്തു. 4 പേര് നിൽക്കേണ്ട ഒരു റൂമിൽ 6 പേരെയാണ് അവർ ഉൾക്കൊള്ളിക്കുന്നത്. ഇരിക്കാൻ സൗകര്യമില്ല, പഠിക്കാൻ സൗകര്യമില്ല. ആകെ ഉള്ളത് 6 കട്ടിലുകൾ മാത്രമാണ്. അവിടെ നമുക്കൊന്ന് ഇരുന്ന് എഴുതാനോ ഒന്ന് വായിക്കാനോ ഒന്നും പറ്റില്ല. നമ്മുടെ സൗകര്യം അനുസരിച്ച് ആകെ 6 പേർക്കുള്ളത് ഒരേ ഒരു ബാത്റൂം മാത്രമാണ്. എങ്ങനെയാണ് കുട്ടികൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത്? അതിനുശേഷം ദൂരെയുള്ള കുട്ടികൾക്ക് മാത്രമാണ് ആദ്യം ഹോസ്റ്റൽ സൗകര്യം നിയമിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അടുത്തുള്ള കുട്ടികൾ ഇപ്പോഴും വീട്ടിൽ പോയി വരികയാണ്. 2 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് കുട്ടികൾ വീട്ടിൽ പോയിട്ട് വരുന്നവരുണ്ട്. ഇവർക്കൊക്കെ ഹോസ്റ്റൽ സൗകര്യങ്ങളില്ല ഇവിടെ. ഇനിയിപ്പോൾ നമ്മൾ ഹോസ്റ്റൽ ഉപയോഗിക്കാൻ അങ്ങനെ തന്നെ പരിമിതമായ ഒരു സ്ഥലത്താണ് നമ്മൾ ഈ കടന്ന് അനുഭവിക്കുന്നത്. നഴ്സിംഗ് കോളേജിനും നഴ്സിംഗ് സ്കൂളിനുമായി നേരത്തെ ചരണിയിൽ 5 ഏക്കർ സ്ഥലം ഏറ്റെടുത്തിരുന്നു. ചെരിവ് മൂലം പ്രദേശം നിർമ്മാണ പ്രവർത്തനത്തിന് അനുയോജ്യമല്ലെന്ന് മരാമത്ത് വകുപ്പ് റിപ്പോർട്ട് നൽകിയതോടെ നടപടി മുടങ്ങി. പിന്നീട് തുടങ്ങിയതുമില്ല. സ്വന്തമായി കോളേജ് ബസ് പോലും ഇവിടെ ഇല്ല. കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് നടക്കുമ്പോൾ പോലും ഞങ്ങൾ KSRTC റെന്റിനടുത്താണ് പോകുന്നത്. എത്ര നാൾ ഞങ്ങൾ ഇതിങ്ങനെ സഹിക്കണം? ആദ്യത്തെ ബാച്ച് ഇറങ്ങാറായി. ഒരു കോളേജ് കെട്ടിടത്തിന് അടിത്തറ പറമ്പ്, ഒരു കോളേജ് കെട്ടിടത്തിന് സ്ഥലം ഇടപാട് പോലും ഏറ്റെടുക്കാൻ ഇതുവരെ സർക്കാരിന് സാധിച്ചിട്ടില്ല. സ്ഥലം എടുക്കാൻ പോലും പറ്റാതെ ഇത്രയും ദുരവസ്ഥയിലാണ് സർക്കാർ ഇരിക്കുന്നത്. 3 വർഷമായി ചരണിയിലെ ഒരു പറമ്പിൽ ചരിവുണ്ടെന്നും പറഞ്ഞ് എല്ലാ പ്രാവശ്യം പറയുമ്പോൾ ചരിവാണെന്ന് കുറേ വർഷങ്ങളായി അറിയാം. എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് നഴ്സിംഗ് കോളേജിൽ സ്ഥലം എടുക്കാത്തത്? സ്ഥലം എടുക്കാൻ സർക്കാരിന്റെ അനീതി തന്നെയല്ലേ ഇത്? പുതിയ നഴ്സിംഗ് കോളേജ് തുടങ്ങിയത് നേട്ടമായാണ് സർക്കാർ അവതരിപ്പിക്കുന്നത്. സ്പെഷ്യൽ ഓഫീസറെ നിയോഗിച്ച് പഠനം നടത്തിയാണ് നഴ്സിംഗ് കോളേജുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ കുട്ടികൾ മാത്രമുണ്ടായാൽ കോളേജ് ആകില്ല. അധികാരികളോടുള്ള ചോദ്യമാണ് ഇവരുടെ ഓരോ മുദ്രാവാക്യങ്ങളും. പറഞ്ഞു പറ്റിച്ചതെന്തിനെന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് സർക്കാരാണ്. വിജയം നേടാതെ പിന്നോട്ടില്ലാത്ത ഒരു സമരത്തിനാണ് ഈ വിദ്യാർത്ഥികൾ ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. മുഹമ്മദ് അർഷക്കിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.